കൊല്ലത്ത് ഇത്തവണ അട്ടിമറി വിജയമാണ് UDF നേടിയത്. നിയുക്ത മേയറായി ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുത്തിരിക്കുന്ന മേയർ സ്ഥാനാർത്ഥി AK ഹാഫിസ് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ആദ്യമായിട്ടാണ് കൊല്ലത്ത് UDF കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നത്. AK ഹാഫിസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കൊല്ലത്താണ് ഭരണം പിടിച്ചിരിക്കുന്നത്. ഇടതുകോട്ട പിടിച്ചുകുലുക്കി ഈ ഭരണം പിടിച്ചതിന്റെ ഒരു സന്തോഷം അത് ഈ സ്ഥാനമേൽക്കൽ ചടങ്ങിൽ വലിയ ആഘോഷമായിട്ടായിരിക്കുമോ? തീർച്ചയായിട്ടും. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കേരളത്തിലെ UDF പ്രവർത്തകർ ഒന്നാകെ ഇത് ആഘോഷിക്കുന്നു എന്നാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൊല്ലം കഴിഞ്ഞൊരു 4 നൂറ്റാണ്ട് കാലമേ കോർപ്പറേഷനും അതിനു മുമ്പത്തെ 5 വർഷക്കാലം മുനിസിപ്പാലിറ്റിയുമായി LDFന്റെ ഒരു തരംഗമാണ് കൊല്ലത്ത്. ഒരു കാരണവശാലും UDFന് കടന്നു കയറാൻ കഴിയാത്തൊരു പ്രദേശമാണ് എന്നൊരു ധാരണ വരുത്തി വെച്ചിരുന്നു. അതൊക്കെ അട്ടിമറിച്ച് UDF ഒരുമിച്ച് നിന്നാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് മലയും കയറാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്രാവശ്യത്തേത്. നമ്മൾ ഈ കണക്കെടുത്ത് നോക്കിയാലും 56 പേരുള്ള കൗൺസിലിൽ 27 സീറ്റ് UDFന് കിട്ടിയിട്ടുണ്ട്. LDF 16ലേക്ക് ചുരുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ അവിടെ BJPയും 12 സീറ്റുകളിൽ ഉണ്ട്. SDPIയും ഒരു സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള 5 വർഷക്കാലം അത് പ്രതിപക്ഷത്ത് വലിയ രീതിയിലുള്ള ഒരു നോട്ടമുണ്ടാകുമെന്നുള്ളത് ഉറപ്പല്ലേ? അല്ല, ഇതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ഭരിക്കുമ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന അദ്ദേഹം മേയറാകുന്ന സന്ദർഭത്തിൽ അന്നും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല LDFന്. ആ 5 വർഷക്കാലവും അവിടെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഭരിച്ചു പോയതാണ് ഞങ്ങളൊക്കെ അന്ന് കണ്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ കഴിയുമ്പോൾ ഒരുമിച്ച് മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കായാലും ഭാവി പ്രവർത്തനങ്ങൾക്കൊക്കെ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒരേപോലെ കണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും എല്ലാ വിഷയങ്ങളിലും കൂട്ടായിട്ടുള്ള ചർച്ചകളിലൂടെ കൊണ്ടുപോകാം എന്ന് തന്നെയാണ് ധരിക്കുന്നത്. അപ്പോൾ പിന്തുണ ആരിൽ നിന്ന് സ്വീകരിക്കും? അതിനൊരു വിഷയം ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ പിന്തുണ എന്ന് പറയുമ്പോൾ LDF പിന്തുണ വെച്ചാൽ LDFന്റെയും പിന്തുണ സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. അത് BJP ആണെങ്കിൽ അപ്പം അതിന് നയപരമായ വിഷയങ്ങൾ വരുമ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ നയയിൽ നിന്നും വ്യതിചലിക്കാതെ തന്നെ ഭരണ സംവിധാനത്തിൽ ആര് സഹായിച്ചാലും ആ പിന്തുണ സ്വീകരിക്കും എന്നുള്ളതിനൊരു സംശയവും വേണ്ട. അത് LDF ആയാലും അത് BJP ആയാലും നയപരമായ കാര്യങ്ങളിൽ UDFന്റെ നയപരമായ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു മുന്നണിക്ക് ഭരണം കിട്ടുമ്പോൾ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും ഒരേപോലെ പരിഗണിക്കാൻ സാധിച്ചോ? പ്രത്യേകിച്ചും ഡെപ്യൂട്ടി മേയർ ആരാകണം, സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായെന്ന് തോന്നുന്നു. ഹാഫിസിന്റെ പേര് ഉറപ്പിച്ചു, പക്ഷെ ഡെപ്യൂട്ടി മേയറിന്റെ കാര്യത്തിൽ കുറെ ചർച്ചകളൊക്കെ നടന്നതായി ആശയക്കുഴപ്പം അങ്ങനെ ഒരു ആശയക്കുഴപ്പവും കൊല്ലത്തില്ല. കൊല്ലത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു വിഷയവുമില്ലാതെ വളരെ ഭംഗിയായി ഉണ്ടായ ഒരു UDFന്റെ ഭരണ സംവിധാനം കൊല്ലത്തുണ്ട്. അവിടെ അത്തരത്തിലുള്ള സംഘടനാപരമായോ അല്ലെങ്കിൽ പാർട്ടിപരമായോ ഒന്നും ഒരു ചർച്ചയില്ല. എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും അതിനകത്ത് വലിപ്പ ചെറുപ്പത്തിൻ്റെ വിഷയമൊന്നും UDFലില്ല. UDFൽ ചെറുതായാലും വലുതായാലും എല്ലാ പാർട്ടികളെയും ഒരേ കണ്ണിലൂടെ ഒരേ രീതിയിൽ തന്നെ കണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ നയം. അത് കൊല്ലം കോർപ്പറേഷനിലും അത് നടപ്പാക്കിയിരിക്കും. ഞാനിത് ചോദിക്കാൻ കാര്യം RSPയുടെ ഷൈമയുടെയും മുസ്ലിം ലീഗിന്റെ മാജിദ വഹാബിന്റെയും ഒക്കെ പേര് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നല്ലോ. പക്ഷേ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തന്നെ ഡെപ്യൂട്ടി മേയർ ആകാം എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ RSP ഒക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായോ? അല്ല, അതൊക്കെ UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത UDF നേതൃത്വമാണ് അക്കാര്യത്തിൽ എന്തൊക്കെ മേയറായാലും അത് ഡെപ്യൂട്ടി മേയറായാലും അതിനുശേഷമുള്ള ഓരോ സ്ഥാനങ്ങൾ പങ്കിടുന്നത് സംബന്ധിച്ചൊക്കെ പാർട്ടി നേതൃത്വവും UDF നേതൃത്വവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. അവിടെയൊന്നും ഒരു പ്രധാനപ്പെട്ട അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പരിഹാരം ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് എന്താണ് ഇപ്പോൾ 4 നൂറ്റാണ്ടിന് ശേഷമാണല്ലോ ഭരണത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ കൊല്ലം കോർപ്പറേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, കൊല്ലത്ത് ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഒരു വലിയ പ്രതീക്ഷ UDFൽ അർപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഭരണമാറ്റം ഉണ്ടായിട്ടുള്ളത്. ആ ഭരണമാറ്റത്തിനനുസരിച്ച് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഭരണത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ സംസ്കരണ രംഗത്തുണ്ടായിരിക്കുന്ന പരാജയം. അതുപോലെ തന്നെയാണ് നമ്മുടെ തെരുവുവിളക്ക് പരിപാലന രംഗത്ത് ഞാൻ ഒറ്റ കാര്യം സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചോട്ടെ, നായ കണ്ടുള്ള ശല്യം. അല്ല, ഒറ്റ കാര്യം സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചോട്ടെ. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് മുതൽ ആംബുലൻസ് വാങ്ങിയതിൽ വരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടാണല്ലോ UDF ഇപ്പോൾ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാകുമോ? അതായിരിക്കുമോ ആദ്യ പ്രഖ്യാപനം?
തീർച്ചയായിട്ടും. കാരണം അത് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇന്ന് പറയാൻ കഴിയുന്നതല്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഈ ഫയൽ പരിശോധിച്ചിട്ട് അടിയന്തരമായി അന്വേഷണം ആവശ്യമാവേണ്ടി വന്ന എല്ലാ വിഷയങ്ങളിലും അതിൽ ഏത് തരത്തിലാണ് അന്വേഷണം വേണ്ടി വരുന്നത്, ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് അഴിമതി നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നതിന് ഒരു സംശയവും. ടൗൺ ഹാൾ നവീകരണം അടക്കം വലിയ കുറ്റവിചാരണ യാത്രയൊക്കെ നടത്തിയതാണ്. അപ്പോൾ ആദ്യത്തെ പ്രഖ്യാപനമായി അത് വന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യത പോവില്ലേ? കാരണം ആ ആരോപണത്തിലാണ് വോട്ട് കിട്ടിയതും ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞതും. അല്ല, UDFന്റെ കുറ്റവിചാരണ യാത്രയെ ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ അന്വേഷണം നടത്തി അതിനെതിരെ നടപടി ഉണ്ടാകും, അതിനൊരു സംശയവും വേണ്ട. അത് നമ്മുടെ എല്ലാ വിഷയങ്ങളും, അത് മാലിന്യ സംസ്കരണ രംഗം തുടങ്ങിയതാണെങ്കിലും നമ്മൾ ആദ്യമേ ഉന്നയിച്ച വിഷയം. അതുപോലെ തന്നെ കുടിവെള്ള രംഗത്തുണ്ടായിരിക്കുന്ന പരാജയം, കുടിവെള്ള ക്ഷാമം, പല പ്രദേശങ്ങളിലും 1 മണിക്കൂർ പോലും ഇന്ന് ശുദ്ധജലം ലഭ്യമല്ല എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു പരിഹാരം ഉണ്ടാകണം. അതുപോലെ തന്നെ ടൗൺ ഹാൾ നവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വൻ അഴിമതി, അതുമൊക്കെ വലിയ ഒരു അന്വേഷണം നടത്തി ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണോ കൊല്ലം നഗരത്തിൽ നഗരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് അഴിമതി ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിച്ച് അതിന് ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാ അഭിവാദ്യങ്ങളും AK ഹാഫിസ്. ഉഷാറാകട്ടെ, കൊല്ലത്തിന്റെ ഭരണം തങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാവട്ടെ. തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷം. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വളരെ വിനയപുരസ്സരം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളോടൊക്കെ നന്ദി ഉണ്ട്. തീർച്ചയായിട്ടും. കൊല്ലം നിയുക്ത മേയറാണ് നമ്മളോട് സംസാരിച്ചത്. 10:30-ക്കാണ് തെരഞ്ഞെടുപ്പ്.